ഒന്ന് നോക്കാൻ വേണം. അശോക സുഖമാണല്ലോ അല്ലേ? പഴയ കാലമൊക്കെ ഓർമ്മയുണ്ടോ? ഒരു ഇതിപ്പോൾ പെയ്യുന്ന മഴ പോലെ ഒരുപാട് മഴ പെയ്യുന്ന ഒരു കാലത്ത് 1978 അന്നല്ലേ നമ്മുടെ ആദ്യത്തെ പടം തുടങ്ങുന്നേ, പെരുവഴി അമ്പലം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 35 കൊല്ലമായില്ലേ? എത്രയോ ഡയറക്ടർമാരുടെ കീഴിൽ വർക്ക് ചെയ്തു അല്ലേ? പപ്പേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസും ഇപ്പോൾ അതിനുശേഷം വന്ന 1-2 തലമുറയ്ക്ക് ഇപ്പുറമുള്ള സംവിധായകരുടെ കൂടെയുള്ള എക്സ്പീരിയൻസും കൂടി നോക്കുമ്പോൾ അശോകൻ എന്താണ് പറയാനുള്ളത്? അശോകൻ വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യം ഇത്. കാരണം വെച്ചാൽ അത് ഭയങ്കര നമ്മളെ എന്താ പറയുന്നത്, കുഴപ്പിക്കുന്ന ഭൂതകാലത്തോട്ടൊരു നീതി പുലർത്തണം, വർത്തമാനകാലത്തിലെ ജീവിതം നിലനിർത്തുകയും ചെയ്യണം. അതെ, ഒന്നാമത്തെ ചോദ്യമാണ്. അതൊരു സ്മരണകളാണ്. സാധാരണഗതിയിൽ അശോകൻ ഒരു കുഴപ്പത്തിലും ചാടുന്ന ആളല്ല, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അത്യാവശ്യമൊക്കെ. അതെ അതെ. പക്ഷെ എന്നെ ഒരു കുഴപ്പക്കാരായിട്ട് കാണുന്നവരുണ്ട് കേട്ടോ. ഉണ്ടോ? കുറച്ച് പേരൊക്കെ ഉണ്ട്, എനിക്ക് തോന്നുന്നു അങ്ങനെ. അത് നമ്മൾ മനസ്സിലറിയാത്ത കാര്യത്തിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ. എന്നാലും ശരി, പൊതുവേ ഞാനൊരു കുഴപ്പക്കാരനല്ല. ഇപ്പം ഇത്രയും വർഷത്തിന് മുമ്പുള്ള അതെ, ഞാൻ പെരുവഴി 3.5 പതിറ്റാണ്ട്. അതെ അതെ, 78 സെപ്റ്റംബർ ഒക്ടോബർ ഇതേ സമയത്താണ് ഷൂട്ടിങ് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു. നെയ്യാർ ഡാമിലായിരുന്നു ആദ്യം. അപ്പം അന്ന് ഷൂട്ട് ചെയ്യുമ്പം ഈ സിനിമയുടെ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമാസികത്ത് സ്റ്റാർട്ട് ആക്ഷൻ കട്ട് ഒരു ക്യാമറയുടെ പടം കൊടുക്കും, ക്യാമറ തൊപ്പിയൊക്കെ ഇട്ട് പടം, ഡയറക്ടർ സൈഡ്, ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ നമ്മൾ കണ്ടിരിക്കും. അഭിനയിക്കുന്നവരുടെ സ്റ്റുഡിയോയിലെ ലൈറ്റുകളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോട്ട് നമ്മുടെ ഭരത് ഗോപിച്ചേട്ടനുമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് എന്നെ ഒളിച്ച് കൊണ്ട് താമസിപ്പിക്കാൻ ആയിട്ട് കടയിലേക്ക് കൊണ്ട് കൊണ്ടുപോകുന്നതാണ്. ഞാൻ പുറകെ കിടക്കുന്നു, അദ്ദേഹം മുന്നേ ഫോളോ ചെയ്യുന്നു. അപ്പോൾ അന്ന് അങ്ങോട്ട് ഇരിയടാ എന്ന് പറയുന്ന സംഭവം. ഇത് ഇരിയടാന്ന് പറഞ്ഞൊരു ഷോട്ടാണ്. അപ്പോൾ ഒരു സന്ധ്യ കഴിഞ്ഞ് ആ ഷോട്ട് എടുക്കുമ്പോൾ കട്ട് പെട്ടെന്ന് രാജേട്ടൻ പറഞ്ഞു. ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് പുറകോട്ട് നോക്കി, ക്യാമറ ബാക്കിലാണ് ഷോട്ട്. കാരണം ഈ കട്ടെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് കട്ടെന്ന് പറഞ്ഞാൽ ഇത് കൊള്ളില്ല, ഇത് കുഴപ്പമായി ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഷട്ടപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു പേടി എനിക്കായി. അപ്പം പിന്നെ പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങൾ കട്ട് പറയുന്ന കഴിഞ്ഞിട്ട് കട്ടെന്ന് പറഞ്ഞാൽ ആ ഷോട്ട് അവസാനിക്കുമ്പോൾ പറയുകയാണ്, തിരിഞ്ഞു നോക്കണ്ട, ഇനി അങ്ങനെ പറയും, ഇനി അത് പരിഭ്രമിക്കൊന്നും ചെയ്യണ്ട, അതുപോലെ അത് നിന്നാൽ മതി എന്ന് പറയും. അങ്ങനെയാണ് ഞാൻ അത് കുറേശ്ശെ ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ കുറേ പേടികളൊക്കെ പിന്നെ കുറേശ്ശെ അങ്ങനെ മാറി. അപ്പോഴേക്കും അശോകൻ കോളേജിലൊരു ഹീറോ ആയിട്ടുണ്ടാവുമല്ലോ. കോളേജ് ഹീറോ. അപ്പോൾ ഈ കോളേജ് ഹീറോ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും എന്നെ അവിടെ നിന്ന് എന്താ നമ്മുടെ അന്നത്തെ രൂപം ഉണ്ടല്ലോ, രണ്ടാമത്തെ ഇതിനകത്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ അതൊക്കെ ട്രാക്ടറിട്ട് മുടി വഴിച്ചങ്ങ് ഇറക്കി. പിന്നെ ഇവന് എന്ത് കോളേജ് ഷൈൻ ചെയ്യാനാണ് പിന്നെ ഇവിടെ സിനിമയുടെ എൻ്റെ ഒരു സങ്കല്പമൊക്കെ ഉണ്ടല്ലോ. ഞാൻ സിനിമയിലൊക്കെ അവരൊക്കെ ചിലപ്പോൾ ഭയങ്കര ഗ്ലാമറുള്ള വേഷങ്ങളൊക്കെ ആയിരിക്കും, അടി പൊളിച്ച്. അന്ന് ഈ സ്റ്റെപ്പ് കട്ടൊക്കെ ചെയ്ത സംഭവമാണ്, ബെല്ലോട്ടം പാൻറ്റൊക്കെ ഇട്ട് കോളേജൊക്കെ അങ്ങനെ നടന്നു. ഇതുപോലൊക്കെ ആയിരിക്കും സിനിമ. അവിടെ ചെല്ലുമ്പോൾ വടിച്ച് നമ്മളെ തൂത്ത് കുറയ്ക്കാൻ കിട്ടുമല്ലോ, അതുകൊണ്ട് പിന്നെ ഷൈൻ ചെയ്യാനൊരു മാർഗമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, ശരി ഇതൊരുമാതിരി വൃത്തികളായിപ്പോയി എന്നൊക്കെ എൻ്റെ മനസ്സിലൊക്കെ അങ്ങനെ ആ പ്രായത്തിൻ്റെ സംഭവങ്ങൾ. പക്ഷേ പിന്നെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത് നമ്മൾ പലരും കണ്ടിട്ടും ഒക്കെ പടം ഇറങ്ങിയപ്പോഴും ഒക്കെയുള്ള ഒരുപക്ഷെ അശോകന് കുറച്ചും കൂടി പ്രായമായപ്പോഴായിരിക്കും ആ സിനിമയുടെ ഒരു ഇൻറ്റൻസിറ്റി, തീവ്രത. തീർച്ചയായും എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അന്ന് ഈ പടം പനോരമയിലൊക്കെ സെലക്ട് ചെയ്തിട്ട് അന്ന് ഇരിക്കുന്ന അദ്ദേഹം ഒരു കത്ത് എഴുതി രാജേട്ടൻ. ഈ പടം കണ്ടിട്ട് അവിടുത്തെ 1-2 ജൂറീസൊക്കെ ചോദിച്ചു, ഇത് ശരിക്കുള്ള ഇങ്ങനെ ഒരു സമുദായത്തിലുള്ള ഈ വാണിജ്യ സമുദായം എന്ന് പറയുന്നത് ചക്കൊക്കെ ആട്ടുന്ന അവരിലുള്ള ഒരാളാണെന്നൊക്കെ അവർ ചോദിച്ചു. റിയലായിട്ട് നാട്ടിൽ നിന്ന് ഒരാളെ പിടിച്ച് അഭിനയിപ്പിച്ചതാണെന്നോ അവർ ചോദിച്ചത്. അത് അദ്ദേഹം കത്ത് എന്നെ എഴുതിച്ചു. അത് ഏറ്റവും വലിയൊരു കോംപ്ലിമെൻ്റായിട്ട് ഞാൻ കരുതുക. അപ്പം അങ്ങനെ പിന്നെ നിന്നെ അതിനൊക്കെ ഭയങ്കര സ്കോപ്പാണ് പടത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ അപ്രീഷിയേറ്റ് എഴുതി. പിന്നെ അവാർഡിനൊക്കെ ഒന്ന് പോയി. അപ്പോൾ അവാർഡിനൊന്ന് ഈ പറഞ്ഞ പ്രായത്തിൻ്റെ പ്രശ്നം, യുവനടനാണോ എന്നുള്ള ആ ഒരു കാറ്റഗറി എന്താണെന്ന് അവർക്ക് കൺഫ്യൂഷൻ വന്നോടി അതങ്ങ് മാറി, കിട്ടിയില്ല. അതല്ല എന്നോട് രാജേട്ടൻ പറഞ്ഞാണ് ഞാനിതൊക്കെ അറിയുന്നത്. പിന്നെ തിയേറ്ററിലൊക്കെ അന്ന് ബ്ലാക്ക് ആൻഡ് എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണത് പെരുവഴി അമ്പലം. ഈ കളർ പടങ്ങൾ അതോടുകൂടി ഈ പടം റിലീസായതിനു ശേഷം തുടങ്ങുകയാണ്. അവസാനത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ് എൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. അല്ല, അത് വലിയ കാര്യമാണ്. ഈ പ്രായത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് ചെറിയ കാര്യം. വലിയ കാര്യമാണത്. പല ആൾക്കാർക്കും ഇന്ന് തിളങ്ങിക്കുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ഇല്ല, ശരിയാണത്. പലർക്കും